എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ അരി അരച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഉഴുന്ന് ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ രാത്രി അരിയൊക്കെ അരച്ച് വെക്കാൻ വേണ്ടി മറന്നു പോവുകയാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ എടുക്കുന്ന അതേ അരി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. ഉഴുന്നും കൂടി ഈ സമയത്ത് തന്നെ ചേർത്തിട്ട് കഴുകിയെടുത്താലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1/4 കപ്പ് അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചോറോ, ഇനി നിങ്ങളുടെ കയ്യിൽ അവലുണ്ടെങ്കിൽ അവലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ്, നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മളിതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ഓവർ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഏകദേശം ഒന്ന് മുങ്ങി നിൽക്കാൻ പരുവത്തിന് മാത്രമാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊരു 8 മണിക്കൂർ മിനിമം രാത്രി ചെയ്തെടുത്താൽ മതി രാവിലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ, നല്ല മഷി രൂപത്തിൽ വേണം കേട്ടോ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓവർ വെക്കേണ്ട ആവശ്യമൊന്നും. എങ്കിലും നമുക്കൊരു 1/2 മണിക്കൂർ അടച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ രാത്രി അരച്ച് വെച്ചിട്ടുള്ള മാവിൻ്റെ അതേ രീതിക്ക് തന്നെ നമുക്ക് ദോശമാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് തന്നെ പാനിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇതാ ചുറ്റിയെടുക്കുമ്പോഴൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് നല്ലപോലെ എണ്ണയൊക്കെ ഒന്ന് തടവിയതിന് ശേഷം നല്ല ക്രിസ്പി ദോശയാക്കിയിട്ടോ അല്ലാതെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. രാവിലെയൊക്കെ അരി വെള്ളത്തിലിടാനൊക്കെ മറന്നു പോകുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ രാത്രി വെള്ളത്തിലിട്ടതിന് ശേഷം ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ ദോശ കിട്ടും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.